ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻ 30/7/2024 PSC നടത്തിയ LDC അക്കൗണ്ടന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 97/24. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് പാലിയം സത്യാഗ്രഹം, വർഷം കൊടുത്തിരിക്കുന്നത് 1947-48. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നിവർത്തന പ്രക്ഷോഭം 1935. മൂന്നാമത് കൊടുത്തിരിക്കുന്നത് പട്ടിണി ജാഥ 1936. നാലാമത് കൊടുത്തിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി 2 മാത്രം തെറ്റായിട്ടുള്ളതാണ്. അപ്പം നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം എന്നാണ്? നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932 കേട്ടോ. അപ്പം സാമുദായിക സംവരണത്തിന് കാരണമായിട്ടുള്ള നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932 അപ്പം പാലിയം സത്യാഗ്രഹം വർഷം 1947-48. പട്ടിണി ജാഥ നടന്ന വർഷം എന്നാണ്? 1936. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വർഷം ചോദിച്ചാൽ അത് 1931-32. ഇനി കുറച്ച് വർഷങ്ങളും സംഭവങ്ങളും നോക്കാം. മലബാർ കലാപം നടന്ന വർഷം എന്നാണ്? മലബാർ കലാപം നടന്ന വർഷം എന്നാണ്? 1921. ഇനി വാഗൺ ട്രാജഡി നടന്ന വർഷവും 1921 നവംബർ 10-നാണ്. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10-നാണ്. ഇനി ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 ഏപ്രിൽ 13-നാണ് കേട്ടോ. 1930 ഏപ്രിൽ 13-നാണ്. ഇനി മൊറാഴ സമരം നടന്ന വർഷം എന്നാണ്? മൊറാഴ സമരം നടന്ന വർഷം ചോദിച്ചാല് 1940-ലാണ്. ഇനി കയ്യൂർ സമരം വർഷം എന്നാ? കയ്യൂർ സമരം നടന്നത് അത് 1941 മാർച്ച് 28-നാണ്. 1941 മാർച്ച് 28-നും. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946-ലാണ് കേട്ടോ. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946-ലാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ 1599-ലെ അധ്യക്ഷൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ 1599-ലെ അധ്യക്ഷൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആണ് കേട്ടോ. ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആണ്. പോർച്ചുഗീസ് കാലത്ത് കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലുണ്ടായ പ്രധാന സംഭവം ഏതാണെന്ന് വെച്ചാൽ അത് ഉദയംപേരൂർ സുന്നഹദോസ് ആണ്. പോർച്ചുഗീസ് കാലത്ത് കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലുണ്ടായ പ്രധാന സംഭവം ഏതാണെന്ന് വെച്ചാൽ അത് ഉദയംപേരൂർ സുന്നഹദോസ് ആണ്. വർഷം 1599. ഇനി ഉദയംപേരൂർ സുന്നഹദോസിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം ചോദിച്ചാൽ അത് 813 ആണ്. ഉദയംപേരൂർ സുന്നഹദോസിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം ചോദിച്ചാൽ അത് 813 ആണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സത്യശോധക സമാജ് ജ്യോതിറാവ് ഫുലെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആര്യ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. നാലാമത് പറഞ്ഞിരിക്കുന്നത് ഹിതകാരിണി സമാജം വീരേശലിംഗം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? സത്യശോധക സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവ് ഫുലെയും. ഇനി ഹിതകാരിണി സമാജ സ്ഥാപകൻ ആരാണെന്ന് വെച്ചാൽ അത് വീരേശലിംഗവും ആണ്. ഇനി ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയും. ഇനി പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആരാണെന്ന് വെച്ചാൽ അത് ആത്മാറാം പാണ്ഡുരംഗുമാണ്. പ്രാർത്ഥനാ സമാജ സ്ഥാപകനാണ് ആത്മാറാം പാണ്ഡുരംഗ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ രണ്ടാം വട്ടമേശ സമ്മേളനം, ഓപ്ഷൻ ബി ക്യാബിനറ്റ് മിഷൻ, ഓപ്ഷൻ സി ഓഗസ്റ്റ് ഓഫ് വാർ, ഓപ്ഷൻ ഡി ക്രിപ്സ് മിഷൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ക്രിപ്സ് മിഷൻ ആണ്. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അത് ക്രിപ്സ് മിഷനെയാണ്. ഇനി ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം എന്നാണ്? ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ചോദിച്ചാൽ അത് 1942 മാർച്ച് 22-നാണ്. 1942 മാർച്ച് 22-നാണ്. ഇനി ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇനി ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണ്? ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്.
ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് സ്റ്റഫോർഡ് ക്രിപ്സ് ആണ്. ഇനി ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ചോദിച്ചാൽ അത് ലിൻ ലിത്തുഗോയാണ് കേട്ടോ, ലിൻ ലിത്തുഗോയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ എ ബ്ലാക്ക് ഷർട്ട്, ഓപ്ഷൻ ബി റെഡ് ഷർട്ട്, ഓപ്ഷൻ സി റെഡ് ആർമി, ഓപ്ഷൻ ഡി ഗസ്റ്റപ്പോ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഗസ്റ്റപ്പോ ആണ്. അപ്പോൾ ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ട പേരാണ് ഗസ്റ്റപ്പോ. ഇനി ജർമ്മനിയില് നാസിസത്തിന് നേതൃത്വം കൊടുത്ത ഹിറ്റ്ലർ രൂപീകരിച്ച സേനാ വിഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജർമ്മനിയില് നാസിസത്തിന് നേതൃത്വം കൊടുത്ത ഹിറ്റ്ലർ രൂപീകരിച്ച സേനാ വിഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് തവിട്ട് കുപ്പായക്കാർ അഥവാ ബ്രൗൺ ഷർട്ട് എന്നറിയപ്പെടുന്നു കേട്ടോ. തവിട്ട് കുപ്പായക്കാർ അഥവാ ബ്രൗൺ ഷർട്ട് എന്നറിയപ്പെടുന്നു. ഇനി ബ്ലാക്ക് ഷർട്ട് സ്ഥാപിച്ചത് ആരാണ്? ബ്ലാക്ക് ഷർട്ട് സ്ഥാപിച്ചത് ആരാണ്? അഥവാ ബ്ലാക്ക് ഷർട്ട് അഥവാ കരിങ്കുപ്പായക്കാർ സ്ഥാപിച്ചത് മുസോളിനിയാണ് കേട്ടോ, മുസോളിനി. ഇനി ഹിറ്റ്ലറുടെ ആത്മകഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹിറ്റ്ലറുടെ ആത്മകഥ ഏതാണ്? അത് മെയിൻ കാഫ് ആണ് കേട്ടോ. ഹിറ്റ്ലറുടെ ആത്മകഥയുടെ പേരാണ് മെയിൻ കാഫ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ന്യൂസിലൻഡ്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക കാനഡ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക വെസ്റ്റ് ഇൻഡീസ്, നാലാമത് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഓസ്ട്രേലിയ. അപ്പം ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 മാത്രമാണ് കേട്ടോ. ഏതാ? അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് ആണ് കേട്ടോ. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് ആണ്. 2026 ICC പുരുഷ 2020 ലോകകപ്പ് വേദിയാകുന്ന രാജ്യങ്ങൾ വെച്ചാൽ അത് ശ്രീലങ്കയും ഇന്ത്യയാണ് കേട്ടോ. 2026 ICC പുരുഷ 2020 ലോകകപ്പ് വേദിയാകുന്ന രാജ്യങ്ങൾ വെച്ചാൽ അത് ശ്രീലങ്കയും ഇന്ത്യയാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി? ഓപ്ഷൻ എ കോണ്ടൂർ ലൈൻ, ഓപ്ഷൻ ബി ഫോം ലൈൻ, ഓപ്ഷൻ സി സ്പോട്ട് ഹൈറ്റ്, ഓപ്ഷൻ ഡി ബെഞ്ച് മാർക്ക്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഫോം ലൈൻ ആണ്. അപ്പൊ എന്താണ്? ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നതാണ് ഫോം ലൈൻ എന്നറിയപ്പെടുന്നത്. ഇനി ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്ന അറിയപ്പെടുന്ന പേരാണ് സ്പോട്ട് ഹൈറ്റ് എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നത് അറിയപ്പെടുന്നത് സ്പോട്ട് ഹൈറ്റ് എന്നാണ്. ഇനി ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്ന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്നറിയപ്പെടുന്നു. ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നത് അറിയപ്പെടുന്ന പേരാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്നറിയപ്പെടുന്നത്. ഇനി ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നതാണ് ബെഞ്ച് മാർക്ക് എന്നറിയപ്പെടുന്നത്. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നതാണ് ബെഞ്ച് മാർക്ക് എന്നറിയപ്പെടുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിബുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണ് കേട്ടോ. ലിബുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഇനി സോജില ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? സോജില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശം ചോദിച്ചാൽ അത് ശ്രീനഗർ ടു കാർഗിൽ ആണ് കേട്ടോ. സോജില ചുരം ശ്രീനഗർ ടു കാർഗിൽ ആണ്. ഇനി ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശം ചോദിച്ചാല് അത് ജമ്മു ശ്രീനഗർ ആണ് കേട്ടോ. ബനിഹാൾ ചുരം ജമ്മു ശ്രീനഗർ ആണ്. ഇനി ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശ് ടിബറ്റ് ആണ്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ് ആണ്. ഇനി നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശം ഏതാണ്? നാഥുല ചുരം അത് സിക്കിം ടിബറ്റ് ആണ്. ഇനി ബോംഡില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഏതാ? അരുണാചൽ പ്രദേശ് ടിബറ്റ്. ബോംഡില ചുരം അരുണാചൽ പ്രദേശ് ടിബറ്റ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ക്വസ്റ്റ്യൻ എന്ന് പറയാം, നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു.
മൂന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. നാലാമത്തെ പ്രസ്താവന കൊടുത്തിരിക്കുന്നത് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണ് നിംബസ് മേഘങ്ങളുടെ പ്രത്യേകത? ഏതൊക്കെയാണ്? താഴ്ന്ന വിതാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് നിംബസ് മേഘങ്ങള്. ഇനി സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന മേഘം ഏതാണെന്ന് വെച്ചാൽ അത് നിംബസ് മേഘമാണ്. ഇനി തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയില് വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയില് വളരെ ഉയരങ്ങളില് നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ചോദിച്ചാൽ അത് സിറസ് മേഘങ്ങളാണ് കേട്ടോ. സിറസ് മേഘങ്ങളാണ്. ഇനി താഴ്ന്ന വിതാനങ്ങളില് കനത്ത പാളിയായി കാണപ്പെടുന്ന മേഘങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? താഴ്ന്ന വിതാനങ്ങളില് കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങൾ എന്നറിയപ്പെടുന്നു. ഇനി ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽ കെട്ടുകൾ പോലുള്ള ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങൾ ചോദിച്ചാൽ അത് ക്യുമുലസ് മേഘങ്ങളാണ് കേട്ടോ. തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ചോദിച്ചാൽ അത് ക്യുമുലസ് മേഘങ്ങളാണ്. താഴ്ന്ന വിതാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മഴ മേഘങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നിംബസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴ മേഘങ്ങൾ അറിയപ്പെടുന്ന പേരേതാണ്? അത് നിംബസ് മേഘങ്ങളാണ്. ഇതെന്താണ്? ജലകണികകൾ സാന്ദ്രമായതിനാൽ നിംബസ് മേഘങ്ങൾ എന്താണ്? സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ക്യുമുലസ്, നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലരുമ്പോൾ കാണപ്പെടുന്നത് അറിയപ്പെടുന്ന പേരെന്താണ്? ക്യുമുലസ്, നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് കാണുമ്പോൾ അതറിയപ്പെടുന്ന പേരാണ് ക്യുമുലോ നിംബസ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി. രണ്ടാമത്തെ പ്രസ്താവന കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വത ആരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. മൂന്നാമത്തെ പ്രസ്താവന നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നു. നാലാമത്തെ പ്രസ്താവന ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ഇനി കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വത ആരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ് കേട്ടോ. ഇനി തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അതും കാഞ്ചൻജംഗയാണ് കേട്ടോ. തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി വെച്ചാല് അത് കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് സിക്കിമാണ് കേട്ടോ. ഇനി ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര എന്നറിയപ്പെടുന്നത് അന്നപൂർണയാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര ചോദിച്ചാൽ അത് അന്നപൂർണയാണ്. ഇനി നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? നേപ്പാളില് സാഗർമാത എന്നറിയപ്പെടുന്ന കൊടുമുടി ചോദിച്ചാൽ അത് മൗണ്ട് എവറസ്റ്റ് ആണ് കേട്ടോ. മൗണ്ട് എവറസ്റ്റ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അലമാട്ടി ഡാം, കർണാടകയിലാണ്. നദി ചോദിച്ചാൽ അത് കൃഷ്ണ നദിയിലാണ് കേട്ടോ. അൽമാട്ടി ഡാം കർണാടക സംസ്ഥാനത്തിലാണ്. നദി ചോദിച്ചാല് കൃഷ്ണ നദിയിലാണ്. ഇനി ദുൽഹസ്തി ഡാം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ദുൽഹസ്തി ഡാം ജമ്മു കാശ്മീരിലാണ്. ഇനി നദി ചോദിച്ചാൽ ഏത് പറയും? അത് ചിനാബ് നദിയാണ് കേട്ടോ. ചിനാബ് നദിയാണ്. ഇനി സർദാർ സരോവർ ഏത് സംസ്ഥാനത്താണ്? സർദാർ സരോവർ ഏത് സംസ്ഥാനത്താണ്? അത് ഗുജറാത്തിലാണ്. നദി ചോദിച്ചാൽ അത് നർമ്മദയാണ് കേട്ടോ. ഇനി ശ്രീശൈലം ഏത് സംസ്ഥാനത്താണ്? അത് ആന്ധ്രാപ്രദേശിലാണ്. നദി ചോദിച്ചാൽ അത് കൃഷ്ണ നദിയിലാണ് കേട്ടോ. കൃഷ്ണ നദിയിലാണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. സമുദ്ര ഉൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. അപ്പം ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയില് ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? അത് സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ 4ാം വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ 2019-2020 റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ
നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. ഇനി നീതി ആയോഗിന്റെ 5ാം വാർഷിക ആരോഗ്യ സൂചിക 2020-21 റാങ്ക് അനുസരിച്ച് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്, തെലങ്കാന എന്നിവയാണ് കേട്ടോ. കേരളം, തമിഴ്നാട്, തെലങ്കാന. 16ാമത്തെ ക്വസ്റ്റ്യൻ, 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? ഓപ്ഷൻ എ, അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഓപ്ഷൻ ബി, വളർച്ചാ ലക്ഷ്യം 5.6% ഓപ്ഷൻ സി, പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. ഓപ്ഷൻ ഡി പറയുന്നത് മഹാലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. വളർച്ചാ ലക്ഷ്യം 5.6% എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനായിരുന്നു? അത് വ്യവസായത്തിനായിരുന്നു. 2ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായങ്ങൾക്കായിരുന്നു കേട്ടോ. ഇനി 2ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് ചോദിച്ചാൽ അത് 4.5% 2ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.5% കേട്ടോ. മഹാലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു പ്ലാൻ. ഇനി ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അതും 2ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ അത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായശാലകൾ ചോദിച്ചാൽ അത് ഭിലായി, റൂർക്കേല ഇവയൊക്കെയാണ് കേട്ടോ. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായശാലകൾ ചോദിച്ചാൽ അത് ഭിലായി, റൂർക്കേല എന്നിവയായിരുന്നു. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. പ്രസ്താവന 1 പറയുന്നത് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2 പറയുന്നത് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. പ്രസ്താവന 3 പറയുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, 3 ശരിയല്ല. അപ്പൊ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് എന്നറിയപ്പെടുന്നത്. ഇനി വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ, ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഓപ്ഷൻ ബി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഓപ്ഷൻ സി, കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിച്ചു. ഓപ്ഷൻ ഡി, തൊഴിൽ ലഭ്യത കുറഞ്ഞു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിച്ചു. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാ? പ്രാഥമിക മേഖല 21%. ഇനി ദ്വിതീയ മേഖലയില് 26.50%. ഇനി തൃതീയ മേഖലയാകുമ്പോൾ അത് 52.50% കേട്ടോ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയിലെ 15 വകുപ്പുകൾ 36 വകുപ്പ് മുതൽ 51 വകുപ്പ് വരെ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് നിർദ്ദേശക തത്വത്തിന്റെ ആശയം കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് നിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പ് 45 രാജ്യത്ത് നടപ്പിലാക്കി. നാലാമത്തെ പ്രസ്താവന പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങൾ അല്ല. അപ്പം ഈ ക്യാൻസൽ ആയിരുന്ന കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്ന. അപ്പം മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പ് ചോദിച്ചാൽ അത് ആർട്ടിക്കിള് 36 തൊട്ട് 51 വരെയാണ് കേട്ടോ. ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 36 തൊട്ട് 51 വരെയാണ്. ഇനി നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? അത് അയർലൻഡിൽ നിന്നാണ് കേട്ടോ. അയർലൻഡിൽ നിന്നാണ്. ഇനി നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പ് 45 രാജ്യത്ത് നടപ്പിലാക്കി എന്ന് പറയുന്നത് ശരിയാണോ? എന്താണ് ആർട്ടിക്കിൾ 45 പറയുന്നത്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്
സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ അത് 45 കേട്ടോ. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത്. ഇനി നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങൾക്ക് അർഹമല്ല. അത് കോടതിയിലൂടെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല കേട്ടോ. നിർദ്ദേശക തത്വങ്ങള് ന്യായവാദങ്ങൾക്ക് അർഹമല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 21ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന രാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ്. രണ്ടാമത്തെ പ്രസ്താവന ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന ലോക്സഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരമുണ്ട്. നാലാമത്തെ പ്രസ്താവന ഉപരാഷ്ട്രപതിയാകാൻ 30 വയസ്സ് പൂർത്തിയായിരിക്കണം. അപ്പൊ ഇവിടെ ആൻസർ, ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് കേട്ടോ. 21ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇവിടെ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പാർലമെന്റിന്റെ ഇരു സഭകളിലും അംഗങ്ങളല്ല കേട്ടോ. ഇന്ത്യൻ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പാർലമെന്റിന്റെ ഇരു സഭകളിലും അംഗമല്ല. ഈ ഉപരാഷ്ട്രപതി ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ചോദിച്ചാൽ അത് 35 വയസ്സാണ് കേട്ടോ. ഉപരാഷ്ട്രപതി ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ചോദിച്ചാൽ അത് 35 വയസ്സാണ്. ഇനി ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് സ്പീക്കർക്കുള്ള പ്രത്യേക വോട്ടവകാശം അറിയപ്പെടുന്ന പേരാണ് കാസ്റ്റിംഗ് വോട്ട് എന്നറിയപ്പെടുന്നു. ഭരണഘടനാപരമായ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് സ്പീക്കർമാർക്കുള്ള പ്രത്യേക വോട്ടവകാശം അറിയപ്പെടുന്ന പേരാണ് കാസ്റ്റിംഗ് വോട്ട് എന്നറിയപ്പെടുന്നത്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് 6 മുതൽ 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക. മൂന്നാമത്തെ പ്രസ്താവന ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക. നാലാമത്തെ പ്രസ്താവന പറയുന്നത് ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന മൗലിക കടമകൾ ഏതൊക്കെയാണ്? അത് പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ഇനി എന്താണ് ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക. ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. ഇനി 11ാമത്തെ മൗലിക കടമ പ്രകാരം നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ലഭിക്കേണ്ട കുട്ടികളുടെ പ്രായപരിധി ചോദിച്ചാൽ അത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലാണ് കേട്ടോ. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് സ്കൂളിൽ അയക്കേണ്ടത്. എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ് കേട്ടോ. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. രണ്ടാമത്തെ പ്രസ്താവന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. നാലാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ എന്നറിയപ്പെടുന്നത്. ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ എന്നറിയപ്പെടുന്നത്. ഇനി നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ് കേട്ടോ. നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവര് ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇനി മന്ത്രിസഭയില് ക്യാബിനറ്റ് റാങ്കും വകുപ്പുകളുടെ പൂർണ്ണ ചുമതലയുമുള്ള മന്ത്രിമാർ അടങ്ങിയ സമിതി അറിയപ്പെടുന്ന പേരാണ് ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത്. മന്ത്രിസഭയില് ക്യാബിനറ്റ് റാങ്കും വകുപ്പുകളുടെ പൂർണ്ണ ചുമതലയുള്ള മന്ത്രിമാർ അടങ്ങിയ സമിതിയാണ് ക്യാബിനറ്റ്. ഇത് ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തെ നിയന്ത്രണ സംവിധാനം ഏതാണെന്ന് വെച്ചാൽ അത് ക്യാബിനറ്റ് ആണ് കേട്ടോ. ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തെ നിയന്ത്രണ സംവിധാനം ഏതാണെന്ന് വെച്ചാൽ അത് ക്യാബിനറ്റ് ആണ്. ഇനി മന്ത്രിസഭയിലെ ഏറ്റവും ഉയർന്ന ഭരണസമിതി ഏതാണെന്ന് വെച്ചാൽ അതും ക്യാബിനറ്റ് ആണ് കേട്ടോ. മന്ത്രിസഭയിലെ ഏറ്റവും ഉയർന്ന ഭരണസമിതി ചോദിച്ചാൽ അത് ക്യാബിനറ്റ് ആണ്. ഇനി വിദേശ നയങ്ങളും വിദേശ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ക്യാബിനറ്റ് ആണ്. വിദേശ നയങ്ങളും വിദേശ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ക്യാബിനറ്റ് ആണ്. ഇനി വകുപ്പുകളുടെ ഭരണ നിർവഹണത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നതിനായി നിയമിക്കപ്പെടുന്ന മന്ത്രിമാരാണ് സഹമന്ത്രിമാർ എന്നറിയപ്പെടുന്നത്. വകുപ്പുകളുടെ ഭരണ നിർവഹണത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നതിനായി നിയമിക്കപ്പെടുന്ന മന്ത്രിമാരാണ് സഹമന്ത്രിമാർ എന്നറിയപ്പെടുന്നത്. ഇനി സഹമന്ത്രിമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ എന്നറിയപ്പെടുന്നത് കേട്ടോ. സഹമന്ത്രിമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ എന്നറിയപ്പെടുന്നത്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക.
എന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. അപ്പൊ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് വി ഗിരിയാണ് കേട്ടോ. വി ഗിരിയാണ്. വി ഗിരിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1967 ടു 69 ആണ് കേട്ടോ. വി ഗിരിയുടെ കാലഘട്ടം ചോദിച്ചാല് അത് 1967 ടു 1969 ആണ്. ഇനി രണ്ടാമത് തന്നിരിക്കുന്നത് ആർ വെങ്കിട്ടരാമൻ. കാലാവധി അദ്ദേഹത്തിന്റെ കാലഘട്ടം 1984 ടു 1987 ആണ് കേട്ടോ. ആർ വെങ്കിട്ടരാമന്റെ കാലഘട്ടം ചോദിച്ചാല് 1984 ടു 1987 ആണ്. ഇനി മൂന്നാമത് തന്നിരിക്കുന്നത് ജഗദീപ് ധൻഖർ ആണ് കേട്ടോ. ജഗദീപ് ധൻഖർ ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എത്രയായിരുന്നു? 2022 തൊട്ട് 25 വരെ. 2022 തൊട്ട് 2025 വരെയാണ്. ഇനി മുഹമ്മദ് ഹമീദ് അൻസാരി കാലഘട്ടം 2007 തൊട്ട് 2017 വരെയാണ് കേട്ടോ. 2007 തൊട്ട് 2017 വരെ ആയിരുന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് മറ്റേ റിട്ടുകളും അതിന്റെ റിട്ടുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ് കേട്ടോ. ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം എന്തുവാണ്? മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം അത് ഞങ്ങൾ കൽപ്പിക്കുന്നു. എന്താണ്? ഞങ്ങൾ കൽപ്പിക്കുന്നു. ഇനി പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അത് നിരോധനമാണ് കേട്ടോ. നിരോധനം. ഇനി കോവാറന്റോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കോവാറന്റോ അത് എന്ത് അധികാരത്തിൽ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പം ഒന്നുകൂടെ പറയാം. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മാൻഡമസ് റിട്ട് എന്ന് പറയുന്നത് എന്താണ്? ഞങ്ങൾ കൽപ്പിക്കുന്നു. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് നിരോധനമാണ്. ഇനി കോവാറന്റ് എന്ന് പറയുന്നത് എന്തധികാരം. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന, ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. മൂന്നാമത്തെ പ്രസ്താവന, ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഘാനാക്കാരനായിരുന്നു. നാലാമത്തെ പ്രസ്താവന, യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ് കേട്ടോ. ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമാണ് ഉള്ളത് കേട്ടോ. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂയോർക്ക് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂയോർക്ക് ആണ്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഘാനാക്കാരനായിരുന്നു കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഘാനാക്കാരനായിരുന്നു. ഇനി യുനെസ്കോയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് പാരീസ് ആണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ പൂർണ്ണരൂപം. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം ഓപ്ഷൻ ഡി ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിന്റെ പൂർണ്ണരൂപം. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരം തിരിക്കുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ തപാൽ സർവീസ്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് വിൽപ്പന നികുതി, നാലാമത് പറഞ്ഞിരിക്കുന്നത് റെയിൽവേ, അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പോലീസ് സർവീസ്. ഏത് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. അപ്പൊ സംസ്ഥാന സർവീസിൽ ഉൾപ്പെടുന്നതാണ് വിൽപ്പന നികുതി. സംസ്ഥാന സർവീസിൽ ഉൾപ്പെടുന്നതാണ് വിൽപ്പന നികുതി. ഇനി അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. ഇനി കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഇന്ത്യൻ തപാൽ സർവീസും റെയിൽവേ ആണ് കേട്ടോ. കേന്ദ്ര സർവീസിൽ ഇന്ത്യൻ തപാൽ സർവീസും റെയിൽവേ ആണ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. മൂന്നാമത്തെ പ്രസ്താവന, 73ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണ്. നാലാമത്തെ പ്രസ്താവന, നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഏതാ? അപ്പൊ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 11ാം പട്ടിക, 73ാം
ഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് 73-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. ഇനി 73-ാം ഭേദഗതി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ എന്താണ്? 73-ാം ഭേദഗതി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് 1993 ഏപ്രിൽ 24-നാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തി രാജ് ദിനം എന്നറിയപ്പെടുന്നത് ഏതാണ്? പഞ്ചായത്തി രാജ് ദിനം എന്നറിയപ്പെടുന്നത് അത് ഏപ്രിൽ 24-നാണ് കേട്ടോ. ഇനി 73-ാം ഭേദഗതി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം എത്രയാണ്? 73-ാം ഭേദഗതി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത് ചോദിച്ചാൽ ഭാഗം 9 ആണ്. ഇനി ഭാഗം 9-ൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ചോദിച്ചാൽ 243 മുതൽ 243 വരെയാണ് കേട്ടോ. അനുച്ഛേദം ഭാഗം 9-ൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ അത് 243 മുതൽ 243 വരെയാണ്. ഇനി 73-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ്? അത് 11-ാം പട്ടികയാണ് കേട്ടോ. 11-ാം പട്ടിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 30-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന, 1987 മുതൽ 1991 വരെയുള്ള EK നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു K ചന്ദ്രശേഖരൻ. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത്, കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. മൂന്നാമത്തെ പ്രസ്താവന, 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു PK അബ്ദുൾ റബ്ബ്. ഇനി നാലാമത്തെ പ്രസ്താവന പറയുന്നത്, പട്ടം A താണുപിള്ളയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന R ശങ്കർ കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, 1987 മുതൽ 1991 വരെയുള്ള EK നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? അത് K ചന്ദ്രശേഖരനാണ് കേട്ടോ. 1987 മുതൽ 1991 വരെയുള്ള EK നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? അത് K ചന്ദ്രശേഖരനാണ്. ഇനി കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്തുവാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേര് അത് കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ. ഇനി മൂന്നാമത്തെ പ്രസ്താവന 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് PK അബ്ദുൾ റബ്ബ് ആണ് കേട്ടോ. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് PK അബ്ദുൾ റബ്ബ് ആണ്. ഇനി പട്ടം A താണുപിള്ള മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി പദവും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്ത മന്ത്രി ആരാണെന്ന് വെച്ചാൽ അതാണ് R ശങ്കർ കേട്ടോ. പട്ടം A താണുപിള്ള മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി പദവും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്ത മന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് R ശങ്കർ ആണ്. ഇനി പട്ടം A താണുപിള്ള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് PP ഉമ്മർകോയാണ് കേട്ടോ. പട്ടം A താണുപിള്ള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് PP ഉമ്മർകോയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 31-ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. രണ്ടാമത്തെ പ്രസ്താവന, 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പിലാക്കി. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത്, ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമ നിർമ്മാണ സഭ പാസാക്കി. നാലാമത്തെ പ്രസ്താവന, കേരളത്തിൽ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കുന്നതിനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പം കേരള ഭൂപരിഷ്കരണ നിയമം തുടക്കം കുറിച്ചത് അത് EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. കേരള ഭൂപരിഷ്കരണ നിയമത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് EMS നമ്പൂതിരിപ്പാടാണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പിലാക്കി. അപ്പോൾ കേരള ഒഴിപ്പിക്കൽ നിയമം വർഷം 1957 ഇനി ഐക്യ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കിയുണ്ടായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 32-ാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ. രണ്ടാമത്തെ പ്രസ്താവന, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ. മൂന്നാമത്തെ പ്രസ്താവന, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. നാലാമത്തെ പ്രസ്താവന, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് കേട്ടോ. അപ്പം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ
ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികളുണ്ട്. മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തികളുണ്ട്. ഇനി ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇനി റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ, ഇതൊക്കെ എന്താണ്? ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തികളാണ് കേട്ടോ. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ധനകാര്യ കമ്മീഷൻ അനുച്ഛേദം എത്രയാണ്? ധനകാര്യ കമ്മീഷൻ അനുച്ഛേദം എത്രയാണ്? അത് അനുച്ഛേദം 280 ധനകാര്യ കമ്മീഷൻ അനുച്ഛേദം 280. ഇനി സ്വത്തവകാശം ഏത് അനുച്ഛേദമാണ്? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 300A ആണ്. ആർട്ടിക്കിൾ 300A ആണ്. ഇനി രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് ഏതാണ്? രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് ചോദിച്ചാല് അത് അനുച്ഛേദം 61 ആണ് കേട്ടോ. അനുച്ഛേദം 61. ഈ ഹൈക്കോടതിയുടെ റിട്ട് അധികാരം, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം അത് ആർട്ടിക്കിൾ 226 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 226 ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ധനകാര്യ കമ്മീഷൻ അനുച്ഛേദം 280, സ്വത്തവകാശം അനുച്ഛേദം 300A. ഇനി രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് അനുച്ഛേദം 61 പറയുന്നത്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം അനുച്ഛേദം 226 ആണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശിയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന അസ്ഥിയുമായി ചേർന്ന് കാണപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന കുറുകെ വരകൾ കാണപ്പെടുന്നു. നാലാമത്തെ പ്രസ്താവന അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഏതൊക്കെയാ? അസ്ഥിയുമായി ചേർന്ന് കാണപ്പെടുന്നു എന്ന് പറയുന്നതും കുറുകെ വരകൾ കാണപ്പെടുന്നു എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. അപ്പൊ മിനുസപേശികൾ എവിടെയാണ്? രക്തക്കുഴലുകളിലാണ് കാണപ്പെടുന്നത്. മിനുസപേശികള് രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു. ഇനി അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇവ എന്താണ്? അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇനി ഹൃദയത്തിൽ മാത്രം കാണപ്പെടുന്നതും കുറുകെ വരകളുള്ളതും അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതുമായ പേശി ചോദിച്ചാൽ അത് ഹൃദയപേശിയാണ് കേട്ടോ. ഹൃദയത്തിൽ മാത്രം കാണപ്പെടുന്നത് കുറുകെ വരകൾ ഉള്ളതും അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശി ചോദിച്ചാൽ അത് ഹൃദയപേശിയാണ് കേട്ടോ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ വാരിയെല്ലുകൾ 24 അസ്ഥികൾ. ഓപ്ഷൻ ബി നട്ടെല്ല് 1 അസ്ഥി. ഓപ്ഷൻ സി മാറെല്ല് 4 അസ്ഥികൾ. ഓപ്ഷൻ ഡി തലയോട് 39 അസ്ഥികൾ. ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. വാരിയെല്ലുകൾ 24 അസ്ഥിയാണ് കേട്ടോ. അപ്പൊ തലയോടില് 29 അസ്ഥികളാണ് കേട്ടോ. തലയോടില് 29 അസ്ഥികളും നട്ടെല്ലില് 26 അസ്ഥികളാണ്. നട്ടെല്ലില് 26 അസ്ഥികള്, വാരിയെല്ലില് 24 അസ്ഥികളാണ് കേട്ടോ. 12x2 വെച്ചിട്ട് 24 അസ്ഥികളിലും. ഇനി മാറെല്ലില് 1 അസ്ഥിയാണ്. മാറെല്ലില് 1 അസ്ഥിയാണ്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പ്ലൂറയാണ് കേട്ടോ. അപ്പം ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ചോദിച്ചാൽ അത് പ്ലൂറയാണ്. ഇനി ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ചോദിച്ചാൽ അത് പെരികാർഡിയം ആണ്. ഇനി പേശികളില്ലാത്ത അവയവം ചോദിച്ചാൽ ഏതാണ്? പേശികളില്ലാത്ത അവയവം ചോദിച്ചാൽ ഏതാണ്? അത് ശ്വാസകോശമാണ് കേട്ടോ. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 37ാമത്തെ ക്വസ്റ്റ്യൻ, സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന ഇടുപ്പെല്ല് തുടയെല്ല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി. മൂന്നാമത്തെ പ്രസ്താവന ഗോളരസന്ധി നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോടിനെ ബന്ധിപ്പിക്കുന്നു. നാലാമത്തെ പ്രസ്താവന തെന്നി നീങ്ങുന്ന സന്ധി 2 അസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു. തെന്നി നീങ്ങുന്ന സന്ധി 2 അസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഏതാണ്? വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. ഇനി ഇടുപ്പെല്ല് തുടയെല്ല് എന്നിവ ചേരുന്ന സന്ധി ചോദിച്ചാൽ അത് ഗോളര സന്ധിയാണ്. ഇടുപ്പെല്ല് തുടയെല്ല് എന്നിവ ചേരുന്ന സന്ധിയാണ് ഗോളര സന്ധി. ഇനി തലയോട് നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധി ചോദിച്ചാൽ അത് കീലസന്ധിയാണ് കേട്ടോ. തലയോട് നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധി ചോദിച്ചാൽ അത് കീലസന്ധിയാണ്. ഇനി കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ അത് തെന്നി നീങ്ങുന്ന സന്ധിയാണ് കേട്ടോ. 38ാമത്തെ ക്വസ്റ്റ്യൻ, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി
ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ക്യാൻസൽ ആയിരുന്നു കേട്ടോ. അപ്പൊ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ചോദിച്ചാൽ അത് ലൈസോസൈം ആണ് കേട്ടോ, ലൈസോസൈം ആണ്. ഇനി വായിലുള്ള ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? വായിലുള്ള ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം ചോദിച്ചാൽ അത് 3 ജോഡിയാണ് കേട്ടോ. ഇനി ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധി വരെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നത് ലൈസോസൈം ആണ്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധി വരെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് ലൈസോസൈം ആണ് കേട്ടോ. ഇനി അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്ന ഏതാണ്? അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നത് സലൈവറി അമിലേസ് ആണ് കേട്ടോ, സലൈവറി അമിലേസ്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കലിന്റെ ശരിയായ ക്രമം ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഫൈബ്രിനോജൻ, ഫൈബ്രൻ നാരുകൾ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പ്രോത്രോംബിൻ, ത്രോംബിൻ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാക്കുന്നു. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പറയാം ഏതാണ്? ആദ്യം ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാക്കുന്നു, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാക്കുന്നു. പിന്നീട് എന്താണ്? പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറുന്നു, പ്രോത്രോംബിൻ എന്താണ്? ത്രോംബിനായിട്ട് മാറുന്നു. ഇനി ഫൈബ്രിനോജൻ എന്താണ്? ഫൈബ്രിൻ നാരുകളാവുന്നു, ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരുകളാകുന്നു. ഇവയാണ് ശരിയായിട്ടുള്ള ക്രമം. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കേരളം. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പം ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി. ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു. അപ്പൊ ആരാ? അത് ജയപ്രകാശ് നഡ്ഡയാണ് കേട്ടോ, ജയപ്രകാശ് നഡ്ഡയായിരുന്നു ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത്. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഓപ്ഷൻ എ ആക്കം, ഓപ്ഷൻ ബി മാസ്, ഓപ്ഷൻ സി ഭാരം, ഓപ്ഷൻ ഡി പ്രവേഗം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മാസ് ആണ് കേട്ടോ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ചോദിച്ചാൽ അത് മാസ് ആണ്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു. ഓപ്ഷൻ എ വക്രതാരം, ഓപ്ഷൻ ബി അപ്പർച്ചർ, ഓപ്ഷൻ സി പോൾ, ഓപ്ഷൻ ഡി മുഖ്യ അക്ഷം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പോൾ ആണ് കേട്ടോ. അപ്പൊ ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു ചോദിച്ചാൽ അത് പോൾ ആണ്. ഇനി വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖ അറിയപ്പെടുന്ന പേരെന്താണ്? വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖ അറിയപ്പെടുന്നത് മുഖ്യ അക്ഷമാണ് കേട്ടോ, മുഖ്യ അക്ഷം. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മാലിയബിലിറ്റി ആണ് കേട്ടോ. അപ്പൊ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത അറിയപ്പെടുന്നതാണ് മാലിയബിലിറ്റി. ഇനി മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? അത് സ്വർണ്ണമാണ് കേട്ടോ. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ അത് സ്വർണ്ണമാണ്. ഇനി ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്ന സവിശേഷത ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാനുള്ള സവിശേഷത അറിയപ്പെടുന്നത് ഡക്റ്റിലിറ്റി ആണ്. ഇനി ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ ഏതാണ്? അത് പ്ലാറ്റിനം ആണ് കേട്ടോ, പ്ലാറ്റിനം. അടുത്ത ക്വസ്റ്റ്യൻ 45ാമത്തെ ക്വസ്റ്റ്യൻ, സൗരയുധത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം. ഓപ്ഷൻ എ ബുധൻ, ഓപ്ഷൻ ബി ശുക്രൻ, ഓപ്ഷൻ സി ചൊവ്വ, ഓപ്ഷൻ ഡി ശനി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ബുധനാണ് കേട്ടോ. സൗരയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ചോദിച്ചാൽ അത് ബുധനും. ഇനി സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? അത് വ്യാഴമാണ് കേട്ടോ. ഏറ്റവും വലിയ ഗ്രഹം ചോദിച്ചാൽ അത് വ്യാഴമാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ എ വൈദ്യുതി, ഓപ്ഷൻ ബി പ്രകാശം, ഓപ്ഷൻ സി ക്വാണ്ടം തിയറി, ഓപ്ഷൻ ഡി അർദ്ധചാലകം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി പ്രകാശമാണ് കേട്ടോ. 2023 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? അത് പ്രകാശത്തിന്റെ കണ്ടുപിടുത്തമാണ് കേട്ടോ. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ, P1V1 = P2V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ബോയിൽ നിയമമാണ് കേട്ടോ. P1V1 = P2V2 എന്ന സമവാക്യം ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടയാണ്. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്ര ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ഇരുമ്പ്,
ഓപ്ഷൻ ബി മഗ്നീഷ്യം, ഓപ്ഷൻ സി മെർക്കുറി, ഓപ്ഷൻ ഡി കോപ്പർ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മെർക്കുറി ആണ് കേട്ടോ. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്ര ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? അത് മെർക്കുറി ആണ്. ഇനി സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ചോദിച്ചാൽ അത് മെർക്കുറി ആണ് കേട്ടോ. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ചോദിച്ചാൽ അത് മെർക്കുറി ആണ്. ഇനി ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം ചോദിച്ചാൽ അതും മെർക്കുറി ആണ് കേട്ടോ. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറി ആണ്. ഇനി മെർക്കുറി സംയുക്തങ്ങൾ അറിയപ്പെടുന്ന പേരാണ് അമാൽഗങ്ങൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. മെർക്കുറി സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് അമാൽഗങ്ങൾ എന്നറിയപ്പെടുന്നു. ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്നത് അത് മെർക്കുറി ആണ് കേട്ടോ. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നതും മെർക്കുറി ആണ്. ഇനി കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറി സംയുക്തം ചോദിച്ചാൽ അത് ടിൻ അമാൽഗം ആണ്. കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറി സംയുക്തം ചോദിച്ചാൽ അത് ടിൻ അമാൽഗം ആണ് കേട്ടോ. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ, ഐസോട്ടോണിക് ലായനിയുടെ ഡാഷ് തുല്യമായിരിക്കും? ഓപ്ഷൻ എ വിസ്കോസിറ്റി, ഓപ്ഷൻ ബി പ്രതലബലം, ഓപ്ഷൻ സി സാന്ദ്രത, ഓപ്ഷൻ ഡി ഓസ്മോട്ടിക് മർദ്ദം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഓസ്മോട്ടിക് മർദ്ദമാണ് കേട്ടോ. അപ്പം ഐസോട്ടോണിക് ലായനികളുടെ ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും. ഇനി ഐസോട്ടോണിക് ലായനിക്ക് ഒരു ഉദാഹരണം ചോദിച്ചാൽ അത് ഉപ്പുവെള്ളമാണ് കേട്ടോ. ഐസോട്ടോണിക് ലായനിക്ക് ഒരു ഉദാഹരണം ചോദിച്ചാൽ അത് ഒരു ഉപ്പുവെള്ളമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 50ാമത്തെ ക്വസ്റ്റ്യൻ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ BOD എത്രയാണ്? ഓപ്ഷൻ എ 1 മുതൽ 2 ppm, ഓപ്ഷൻ ബി പറയുന്നത് 10 to 12 ppm, ഓപ്ഷൻ സി 5 to 7 ppm, ഓപ്ഷൻ ഡി 17 to 20 ppm. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 to 2 ppm ആണ് കേട്ടോ. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ, ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത്? ഓപ്ഷൻ എ ക്ലോറൈഡ്, ഓപ്ഷൻ ബി സൾഫേറ്റ്, ഓപ്ഷൻ സി നൈട്രേറ്റ്, ഓപ്ഷൻ ഡി കാർബണേറ്റ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി നൈട്രേറ്റ് ആണ് കേട്ടോ. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള ലവണമാണ് നൈട്രേറ്റ്. ഇനി രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതിന്റെ ഫലമായി കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രോഗമാണ് ഈ ബ്ലൂ ബേബി സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതിന്റെ ഫലമായി കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രോഗമാണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി വള്ളത്തോൾ നാരായണ മേനോനാണ് കേട്ടോ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോനാണ്. ഇനി കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇനി കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം എന്നാണ്? അത് 2007 കേട്ടോ. 2007. ഇനി കലാമണ്ഡല ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം 1930 കേരള കലാമണ്ഡലം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 1930 നവംബർ 9 കേട്ടോ. 1930 നവംബർ 9. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 53ാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആര്? ഓപ്ഷൻ എ മേരി കോം, ഓപ്ഷൻ ബി PR ശ്രീജേഷ്, ഓപ്ഷൻ സി മൈക്കിൾ ഫെൽപ്സ്, ഓപ്ഷൻ ഡി മൈക്ക് ടൈസൺ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മൈക്കിൾ ഫെലിപ്സ് ആണ് കേട്ടോ. ഒളിമ്പിക്സിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരമാണ് മൈക്കിൾ ഫെലിപ്സ്. 54ാമത്തെ ക്വസ്റ്റ്യൻ, KC ലേഖ കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ബോക്സിംഗ്, ഓപ്ഷൻ ബി ബാസ്കറ്റ് ബോള്, ഓപ്ഷൻ സി ഹൈ ജമ്പ്, ഓപ്ഷൻ ഡി ഹോക്കി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ബോക്സിംഗ് ആണ് കേട്ടോ. KC ലേഖ ഏത് കായിക മേഖലയിലാണ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? അത് ബോക്സിംഗ് ആണ്. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ, ഫയദോർ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഒരു സങ്കീർത്തനം പോലെയാണ്. ഒരു സങ്കീർത്തനം പോലെയാണ് കേട്ടോ. ഒരു സങ്കീർത്തനം പോലെ. 56ാമത്തെ ക്വസ്റ്റ്യൻ, ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി തൃശൂർ പൂരമാണ് കേട്ടോ. ഇലഞ്ഞിത്തറ മേളം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 57ാമത്തെ ക്വസ്റ്റ്യൻ, 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി? ഓപ്ഷൻ എ ദിമിത്രി മുറഡോവ്, ഓപ്ഷൻ ബി ആനി എർണോ, ഓപ്ഷൻ സി നർഗേസ് മുഹമ്മദി, ഓപ്ഷൻ ഡി യോൺ ഫോസെ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി നർഗേസ് മുഹമ്മദിയാണ് കേട്ടോ. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് നർഗേസ് മുഹമ്മദിയാണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം?
ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 2023 കേട്ടോ. 2023. 59ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ വേർഡ് പ്രോസസർ, ഓപ്ഷൻ ബി സ്പ്രെഡ്ഷീറ്റ്, ഓപ്ഷൻ സി ഇമേജ് എഡിറ്റർ, ഓപ്ഷൻ ഡി പ്രസന്റേഷൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വേർഡ് പ്രോസസർ ആണ്. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അത് വേർഡ് പ്രോസസർ ആണ്. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ, കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ലാൻ, ഓപ്ഷൻ ബി വാൻ, ഓപ്ഷൻ സി മാൻ, ഓപ്ഷൻ ഡി പാൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മാൻ ആണ് കേട്ടോ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണമാണ് മാൻ. 61ാമത്തെ ക്വസ്റ്റ്യൻ, 2 KB ഈസിക്കൽ ടു ഡാഷ് ബൈറ്റ്സ്. ഓപ്ഷൻ പറയുന്നത് ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 2020, ഓപ്ഷൻ സി 2024, ഓപ്ഷൻ 2048. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി 2048 ആണ് കേട്ടോ. 2 KB എന്ന് പറയുന്നത് 2048 ബൈറ്റ്സ് ആണ്. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ, ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി PSLV-C 57 ആണ് കേട്ടോ. ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് PSLV-C 57 ആണ്. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ, 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? ഓപ്ഷൻ എ ഡോക്ടർ PK മിശ്ര, ഓപ്ഷൻ ബി അമിതാഭ് കാന്ത്, ഓപ്ഷൻ സി തരുൺ കപൂർ, ഓപ്ഷൻ ഡി വിവേക് കുമാർ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അമിതാഭ് കാന്ത് ആണ് കേട്ടോ. 2023 G20 ഉച്ചകോടിയുടെ ഇന്ത്യൻ ഷെർപ്പ ആരാണെന്ന് വെച്ചാൽ അത് അമിതാഭ് കാന്ത് ആണ്. 2025 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2025 G20 ഉച്ചകോടിയുടെ വേദി അത് ജോഹന്നാസ്ബർഗ് ആണ് കേട്ടോ. ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ, ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് അനുച്ഛേദം 24 ആണ് കേട്ടോ. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണെന്ന് വെച്ചാൽ അത് അനുച്ഛേദം 24 ആണ്. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വർഷം എന്നാണ് രൂപീകൃതമായ വർഷം? സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകൃതമായത് അത് 2007 കേട്ടോ. 2007. ഇനി സംസ്ഥാന ന്യൂനപക്ഷ രൂപീകൃതമായത് എന്നാണ്? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അത് 2013. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 കേട്ടോ. 1998 ഡിസംബർ 11. ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ വന്നത് 1996 മാർച്ച് 14. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ, 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര രൂപ ഫീസ് അടയ്ക്കണം? ഓപ്ഷൻ എ 50 രൂപ, ഓപ്ഷൻ ബി 20 രൂപ, ഓപ്ഷൻ സി 10 രൂപ, ഓപ്ഷൻ ഡി 5 രൂപ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 10 രൂപയാണ് കേട്ടോ. ഇനി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഫീസ് ഉണ്ടോ? ഇല്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഫീസ് ഇല്ല. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി അവർക്ക് ഫീസ് ഇല്ല. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം. രണ്ടാമത്തെ പ്രസ്താവന, ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. മൂന്നാമത്തെ പ്രസ്താവന, ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചോ ഉള്ള പരാതി 3 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ്. അപ്പം ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം. ഇനി ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് പരാതി നൽകാം. ഇനി ഇതിന് കാലാവധി ഉണ്ടോ? ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചോ ഉള്ള പരാതി ഇതിന് കാലാവധി പറയുന്നില്ല കേട്ടോ. അപ്പം 68ാമത്തെ ക്വസ്റ്റ്യൻ, 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക, ഓപ്ഷൻ ബി ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക, ഓപ്ഷൻ സി പറയുന്നത് ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം നൽകുക, ഓപ്ഷൻ ഡി പറയുന്നത് ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക.
ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മാത്രമാണ് കേട്ടോ തെറ്റായിട്ടുള്ളത്. അപ്പം 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകൾ ഏതൊക്കെയാണ്? ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക. ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക. ഇനി ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം നൽകുക. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആര്? ഓപ്ഷൻ എ നസീം അഹമ്മദ്, ഓപ്ഷൻ ബി ആദിഫ് റാഷിദ്, ഓപ്ഷൻ സി മുഹമ്മദ് ഹമീദ് അൻസാരി, ഓപ്ഷൻ ഡി ഇക്ബാൽ സിംഗ് ലാൽപുര. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് കേട്ടോ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണെന്ന് വെച്ചാൽ അത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ, ഓപ്ഷൻ ബി 65 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ, ഓപ്ഷൻ സി 70 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ, ഓപ്ഷൻ ഡി 62 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പം 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ഒരു മുതിർന്ന പൗരനായി കണക്കാക്കപ്പെടുന്നത് 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരെയാണ് കേട്ടോ. 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരെയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. 70 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ.